Find the general solution for each of the following equation. Okay, എന്താണ് cos 6x plus cos x minus cos 2x equal to 0. ആദ്യമേ നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? റീഅറേഞ്ച് ചെയ്യണം. cos 3x plus cos x minus cos 2x. എന്താണ് cos a plus cos bയുടെ ഫോർമുല എന്താണ്? 2 cos a plus b by 2 times cos a minus b by 2 എന്നുള്ളതാണ്. എന്താണ് cos a plus cos bയുടെ ഫോർമുല 2 cos a plus b by 2 cos a minus b by 2 ആണ്. അതിന് കറസ്പോണ്ടിങ് 3x plus x 4x by 2. അതുപോലെ തന്നെ ഇത് എത്ര വരും? 3x minus x 2x by 2 മൈനസ് കോസ് 2x എന്നുള്ളൊരു ഫോർമുല കിട്ടും. അതങ്ങ് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എത്ര കിട്ടും? 2 cos 2x cos x മൈനസ് കോസ് 2xനെ നമുക്ക് എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. നമ്മുടെ പ്രീവിയസ് സ്റ്റെപ്പിന് എന്ത് ചെയ്താണ്? സിംപ്ലിഫൈ ചെയ്തതാണ്. ഈ ഒരു സ്റ്റെപ്പ് നോക്കുക. ഈ ഒരു സ്റ്റെപ്പിനെ നമ്മൾ എന്ത് ചെയ്യണം? സിംപ്ലിഫൈ ചെയ്തതാണ്. അപ്പോൾ അത് അവിടെ കോസ് 2x വെളിയിലെടുത്തു. 2 cos x മൈനസ് 1 ഈക്വൽ ടു 0. ഇനി ഓരോന്നിനെ 0 ഡിക്വേറ്റ് ചെയ്യുക. കോസ് 2xനെ 0 ഡിക്വേറ്റ് ചെയ്യുക. കോസ് 2xനെ 0 ഡിക്വേറ്റ് ചെയ്തു. അതുപോലെ തന്നെ 2 cos x മൈനസ് 1നെ 0 ഡിക്വേറ്റ് ചെയ്യുമ്പോൾ കോസ് എക്സിൻ്റെ വാല്യൂ എത്രയെന്ന് കിട്ടും? 1/2 എന്ന് കിട്ടും. കോസ് 2xനെ 0 ഡിക്വേറ്റ് ചെയ്യുക. കോസ് എക്സിനെ 1/2 ഓടും ഇക്വേറ്റ് ചെയ്യുക. ഓക്കെ, കോസ് 2xനെ 0 ഡിക്വേറ്റ് ചെയ്യുക. കോസ് എക്സിനെ 1/2നോടും ഇക്വേറ്റ് ചെയ്യുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? 2 സൊല്യൂഷൻ കിട്ടും. കാരണം കോസ് 0 എന്ന് പറയുന്നത് എന്താണ്? π/2ൻ്റെ മൾട്ടിപ്പിൾ ആണ്. π/2ൻ്റെ ഏത് മൾട്ടിപ്പിൾ അതുകൊണ്ടാണ് 2x = 2n + 1 ടൈംസ് π/2. അത് ഏതിൻ്റെ സൊല്യൂഷനാണ്? കോസ് 2x 0യുടെ സൊല്യൂഷൻ ഇതാണ്. 2x 2n + 1 ടൈംസ് π/2. സോ x = 2n + 1 ടൈംസ് π/4. കോസ് x 1/2 കഴിഞ്ഞാൽ x = π/3. π/3 മാത്രമല്ല, എന്തുകൊണ്ടാണ് π/3യുടെ കൂട്ടത്തിൽ പ്ലസ് ഓർ മൈനസ് 2n ആഡ് ചെയ്താൽ നിങ്ങൾക്ക് അതേ ആൻസർ തന്നെ കിട്ടും. ഓക്കെ, കാരണം കോസ് എക്സ് π/3, കോസ് പോസിറ്റീവ് വരുന്ന ഏത് ക്വാഡ്രന്റിലാണ്? ഇത് π/3. അതുപോലെ തന്നെ മൈനസ് π/3യിലും കോസിൻ്റെ വാല്യൂ എത്രയാണ്? ഇത് π/3, ഇത് മൈനസ് π/3, രണ്ടിലും കോസിൻ്റെ വാല്യൂ എത്രയാണ്? 1/2. അതുകൊണ്ടാണ് 2n പ്ലസ് ഓർ മൈനസ് π/3 നമ്മൾ എന്ത് ചെയ്യുന്നത്? പറയുന്നത്. പിന്നെ 2n/യുടെ ഏത് മൾട്ടിപ്പിൾ ആഡ് ചെയ്താലും നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് കിട്ടും? ജനറൽ സൊല്യൂഷൻ കിട്ടും. ഫൈൻഡ് ദി ജനറൽ സൊല്യൂഷൻ ഫോർ ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻ. sin x പ്ലസ് sin 3x പ്ലസ് sin 5x ഈക്വൽ ടു 0. ഇതിൻ്റെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ജനറൽ സൊല്യൂഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് sin x പ്ലസ് sin 3x ആയിട്ട് 2 ടൈം എടുത്തു. sin a പ്ലസ് sin b എന്ന് പറയുന്നത് എത്രയാണ്? 2 sin a പ്ലസ് b ബൈ 2 cos a മൈനസ് b ബൈ 2 എന്നുള്ളതാണ്. sin a പ്ലസ് sin b 2 sin a പ്ലസ് b ബൈ 2 cos a മൈനസ് b ബൈ 2. ആ ഒരു ഫോർമുല അപ്ലൈ ചെയ്താൽ sin x പ്ലസ് sin 5x 2 sin x പ്ലസ് 5x ബൈ 2 cos x മൈനസ് 5x ബൈ 2 എന്ന് കിട്ടും. അത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 2 sin 3x കോസ് മൈനസ് 2x. നമുക്കറിയാം കോസ് മൈനസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? കോസ് മൈനസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? കോസ് തീറ്റയാണ്. അതായത് നമ്മൾ ഇവിടെ സിംപ്ലിഫൈ ചെയ്ത അതേ സ്റ്റെപ്പാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സിംപ്ലിഫൈ ചെയ്യുന്നത്. ഇവിടെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സിംപ്ലിഫൈ ചെയ്യുന്നത്. സോ x പ്ലസ് 5x 6x ബൈ 2 3x വരും. മൈനസ് 5 മൈനസ് 4x ബൈ 2 മൈനസ് 2x വരും. 2 sin 3x cos 2x പ്ലസ് sin 3x. sin 3x വെളിയിലെടുത്തു. sin 3x ടൈം 2 cos 2x പ്ലസ് 1 ഈക്വൽ ടു 0. ഇനി ഓരോ ടൈമിന് ഇൻഡിവിജ്വലി എന്ത് ചെയ്യുക? 0യുടെ എന്ത് ചെയ്യുക? ഇക്വേറ്റ് ചെയ്യുക. ഓക്കെ, ഇതാണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത്? സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം sin 3xനെ 0 ഇക്വേറ്റ് ചെയ്യും. 2 cos 2x പ്ലസ് 1നെ 0യോട് ഇക്വേറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് അതിൻ്റെ ഓരോന്നിനെ എന്ത് കണ്ടുപിടിക്കുക? സൊല്യൂഷൻ കണ്ടുപിടിക്കുക. സോ sin 3x 0 ഇക്വേറ്റ് ചെയ്താൽ 3x എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? n π കിട്ടും. ഇനിയുള്ളത് ഡയറക്റ്റ് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് ഫൈനൽ സൊല്യൂഷൻ കിട്ടും.